നമസ്കാരം. ഒ ഹെൻറിയുടെ ലോകപ്രശസ്തമായ ചെറുകഥയാണ് അവസാനത്തെ ഇല. ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കാലിഫോർണിയയാണ് കഥാ പശ്ചാത്തലമായിട്ടുള്ള നഗരം. അവിടെ ന്യൂമോണിയ എന്ന മാരക രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. കാലിഫോർണിയയിൽ താമസിക്കുന്ന രണ്ട് യുവ കലാകാരികളാണ് ജോൺസിയും സൂയും. ഇതിൽ ജോൺസിക്ക് ന്യൂമോണിയ പിടിപെടുന്നു. ആരോഗ്യനില ഗുരുതരമാകുന്നു. കിടപ്പിലാവുകയും ചെയ്യുന്നു. ജോൺസിയെ ചികിത്സിക്കാൻ ഡോക്ടർ എത്തുന്നു. പരിശോധിച്ചതിന് ശേഷം ഈ ഡോക്ടർ സൂവിനോട് പറയുന്നു, ജോൺസിക്ക് ജീവിതത്തിലുള്ള എല്ലാ പ്രത്യാശയും കൈവെടിഞ്ഞിരിക്കുകയാണ്. ഇത് ജോൺസിയെ ബാധിച്ച രോഗത്തെക്കാൾ ഗുരുതരമാണ് ജോൺസിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നു. അടുത്ത ദിവസം ഈ ജോൺസിയുടെ ആരോഗ്യനില കൂടുതൽ ഗുരുതരമാവുകയും ജോൺസിയെ ശുശ്രൂഷിക്കുന്ന വേളയിൽ സിയോ ഒരു കാര്യം ശ്രദ്ധിക്കുകയും ചെയ്തു. അതായത് തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺസി അവരോഹണ ക്രമത്തിൽ എണ്ണുകയാണ്. 10, കുറെ കഴിഞ്ഞതിന് ശേഷം 9, പിന്നെ 8, 7, അങ്ങനെ. എന്താണ് ചെയ്യുന്നത് എന്ന് സിയോ ചോദിക്കുന്നു. അപ്പൊ ജോൺസി പറയുകയാണ്, ഇതാ ആ തുറന്ന ജനാലയ്ക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കൂ. അവിടെ ആ പഴയ കെട്ടിടത്തിന്റെ ഇഷ്ടിക ചുവരിൽ ഒരു വള്ളി കാണാം. ആ വള്ളിയിൽ ഒരുപാട് ഇലകൾ, ഞാൻ രോഗിയായി കിടന്ന ആദ്യ നാളുകളിൽ ഒരുപാട് ഇലകൾ, 100ഓളം ഇലകൾ അതിലുണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും കുറെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ 5 ഇലകൾ മാത്രമായി അതിൽ നിൽക്കുന്നു. ഇനിയും കൊഴിയും. ഇന്ന് തന്നെ ബാക്കി ഇലകൾ കൂടി കൊഴിയും. അവസാനത്തെ ഇല കൊഴിയുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിനും ഒരു അന്ത്യമാകും, ഞാൻ മരിക്കും എന്ന്, അതാണ് തൻ്റെ വിശ്വാസം എന്ന് ജോൺസി സിയോനോട് പറയുന്നു. സിയോയ്ക്ക് അന്ന് അടിയന്തരമായിട്ടും ചെയ്തു തീർക്കേണ്ട ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിയോ ജോൺസിയോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ഒരു പെയിന്റിംഗ് പൂർത്തിയാക്കുന്നത് വരെയെങ്കിലും കണ്ണടച്ച് ഉറങ്ങൂ, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഈ പെയിന്റിങ്ങിന് വേണ്ടി ഒരു മോഡലിനെ ആവശ്യമുണ്ടായിരുന്നു. ആ കെട്ടിടത്തിൽ താഴെ താമസിക്കുന്ന വൃദ്ധനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ബർമാൻ. ബർമാന്റെ മുറിയിലേക്ക് എത്തുകയും തന്റെ പെയിന്റിങ്ങിന് മോഡലാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ബർമാൻ മുറിയിലേക്ക് വരുന്നു. പക്ഷെ ബർമാനെ സംബന്ധിച്ച് പരാജയപ്പെട്ട കലാസൃഷ്ടി മാത്രം നടത്തിയ ഒരു കലാകാരനായിരുന്നു ബർമാൻ. വിരൂപനായ വൃദ്ധൻ എന്നാണ് കഥാകൃത്ത് ഈ കഥാപാത്രത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ തനിക്ക് ഒരു മാസ്റ്റർ പീസ് ഇനിയും നൽകാനാവും, കലാലോകത്തിന് നൽകാനാവും എന്നുള്ള ഒരു വിശ്വാസം ബർമാനെ മുന്നോട്ട് നയിച്ചിരുന്നു. അങ്ങനെ ഈ ബർമാനെ മോഡലാക്കിക്കൊണ്ട് തന്റെ ചിത്രം സുവോ പൂർത്തീകരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ജോൺസി എഴുന്നേറ്റ് സുവോനോട് ആ ജനൽ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. അത് തുറന്നപ്പോൾ അത് അവസാനത്തെ ഇല, ആ തലേന്നത്തെ രാത്രിയിലെ കാറ്റിനെയും അതിശക്തമായ മഴയെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ഇല ആ വള്ളിയിൽ നിൽക്കുന്നു. അത് പൊഴിഞ്ഞിട്ടില്ല, അത് താഴെ വീണിട്ടില്ല. അപ്പോൾ അതിൽ ഒരു വിശ്വാസം, അത് കണ്ടപ്പോൾ ഉടൻ തന്നെ തൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ നാമ്പ് ജോൺസിയുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. ആ ഇലയെ പോലെ തനിക്ക് ഈ രോഗാവസ്ഥയെയും അതിജീവിക്കാൻ പറ്റും എന്ന് ജോൺസി ചിന്തിക്കുന്നു. ഇനി അടുത്ത ദിവസം ജോൺസി കുറച്ചുകൂടി ആരോഗ്യം വീണ്ടെടുക്കുന്നു. ഡോക്ടർ ചികിത്സിക്കാൻ വരുന്നു. ഡോക്ടർ അതിൽ കൂടുതൽ സന്തോഷവാനാകുകയും സുവിനോട് ഇനിയും കുറച്ചുകൂടി നല്ല രീതിയിൽ പോഷണ ആഹാരങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെടും എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വരും ദിവസങ്ങളിൽ തൻ്റെ ആരോഗ്യം പൂർണ്ണമായും ജോൺസി വീണ്ടെടുക്കുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കും ഈ സുവോ മനസ്സിലാക്കിയ ഒരു കാര്യം ജോൺസിയോട് അറിയിക്കുകയാണ്. അതായത് ബർമാൻ എന്നുള്ള ആ ആർട്ടിസ്റ്റ് ന്യൂമോണിയ വന്ന് മരിച്ചു, ഇതിനോടകം മരിച്ചിട്ടുണ്ട്. അന്ന് ഈ കാര്യം മനസ്സിലാക്കിയ ബർമാനാണ് ഒരു വള്ളിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഇലയുടെ രൂപം പെയിന്റ് ചെയ്യുകയും അന്നത്തെ കഠിനമായ മഴയെ അതിജീവിച്ച്, തണുപ്പിനെ അതിജീവിച്ച് ആ രാത്രി മുഴുവൻ അവിടെ പെയിന്റ് ചെയ്തുകൊണ്ട് ആ വള്ളിയിൽ തന്നെ പെയിന്റ് ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. ഈ മുറിയിൽ നിന്ന് നോക്കുമ്പോൾ അതാണ് ആ ഒരു മഴയത്തും ഒരു കാറ്റത്തും വീഴാതെ നിൽക്കുന്ന അവസാനത്തെ ഇല ബർമാന്റെ പെയിന്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ബർമാന് ന്യൂമോണിയ വന്നതും അതിനുശേഷം അദ്ദേഹം മരിച്ചതും അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് അത് എന്നും സുവോ ജോൺസിയോട് അറിയിക്കുന്നു.